സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പ്രാവിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാനാണ്. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ നല്ല മഴയും പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ ഇപ്പോൾ 3 ഇന്ന് ഒരു ലീവ് കിട്ടിയ കൊണ്ട് ഇന്നൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് പ്രാവിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നല്ല വെയിലുണ്ട്, മഴ നിന്നുണ്ട്. അപ്പോൾ മഴയില്ല, നല്ല വെയിലാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രായന ഇതിപ്പോൾ സമയം ഒരു 10-11 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് പ്രായനെ തുറക്കൽ. ഓക്കെ, ഉള്ളിലേക്കൊന്ന് കയറാം. പിന്നെ കൂട്ടിലത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കല്ലിട്ടുണ്ട്. പക്ഷെ മഴൻ്റെ സീസണിൽ ഇനിയിപ്പോൾ വെള്ളം ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കെട്ടിയ കെട്ടല്ലേ, അതുകൊണ്ട് വെള്ളം അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ കല്ലിട്ടാന്ന്. അല്ലെങ്കിൽ പ്രാവ് കുളിച്ചാടും, മുട്ടട്ട് ഇവിടെ ഇരിക്കുന്ന പ്രാവൊക്കെ കുളിച്ചാടും. അപ്പോൾ മുട്ടമ്മേൽ അവിടെ ഇരിക്കുമ്പോൾ കഞ്ഞിയുണ്ടെങ്കിൽ മുട്ട പേടാവും. അപ്പോൾ നമ്മൾ കൂടൊന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ഇറങ്ങാം. ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, അടുത്തത് ഇറങ്ങുന്ന വിളിച്ചെടുക്കണം. ഇപ്പോൾ 13 ദിവസമായിട്ടുണ്ട് മുട്ട വിരിയാനായ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. മുട്ട അധികം എടുത്ത് കളിക്കണ്ട. ഓക്കെ, അവിടെ നിന്നോട്ടെ. നമ്മൾ ഈറ്റങ്ങൾക്ക് ഇപ്പോഴല്ല ഫുഡ് കൊടുക്കുക, നമ്മൾ വൈകുന്നേരമാണ്. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് മറ്റേ മണ്ണ്. ഇവിടെ നിലത്ത് മഴ ആയതുകൊണ്ട് നനയും, അതുകൊണ്ട് ഇതാണ് നമ്മളെ പ്രാവ്. ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇതാണ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കല്ലിട്ടുണ്ട് ഇവിടെ. പിന്നെ മുട്ടക്ക് 13 ദിവസമായിട്ടുണ്ട് മുട്ട. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വൈകുന്നേരം തീറ്റ എടുക്കുമ്പോൾ അധികം രാത്രിയാണ് ഞാൻ കൊടുക്കൽ. അപ്പോൾ നമുക്ക് തീറ്റ എടുക്കുമ്പോൾ ഒന്ന് കാണാം. ഒരു വൈകുന്നേരം ഒരു 5:55 അതിൻ്റെ 6 മണീൻ്റെ അടുത്ത്. അപ്പോൾ എപ്പോഴും ചെറുതായിട്ട് വെളിച്ചുണ്ട്, അധികം ഇരുടായില്ല. ഈ സമയത്താണ് പ്രാവിനെ തീറ്റ കൊടുക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് പോകുന്നത് കൊണ്ട് പ്രാവിനൊന്ന് കൂട്ടിലാക്കി പോയതാണ്. എന്ന് വെച്ചാൽ പൂച്ചേൻ്റെ ശല്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഐറ്റങ്ങളൊന്ന് തുറന്നിട്ട് പുറത്തേക്ക് വിടാം. ഓക്കെ, ആണിനെ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇടുക. നല്ല കൊത്താണ് ഉണ്ടോ? ഒന്ന് പുറത്തേക്ക് വിടാം. അവിടെ ഉണ്ട്. മിക്കവാറും പറക്കാനുള്ള ലക്ഷണമുണ്ട്. പറന്നഴിക്കുന്നുണ്ട് ആ വായിക്കൂടുമ്പെന്ന്. നമുക്ക് പെണ്ണിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പെണ്ണിനെ പിടിക്കുക. പെണ്ണ് കൂട്ട് കയറി ഇരിക്കുന്നു. പെണ്ണിന് നല്ല പടപ്പൊക്കെ ഉണ്ട്. ആണതാ പറഞ്ഞടിക്കുന്നത് അവിടുന്ന്.
ഓക്കെ അതാ പോന്ന, ഒന്ന് മാറിക്കൊടുക്കാം. അതാ പറക്കുന്ന ഗൈസ്. ഓക്കെ കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണുണ്ടായത് കൊണ്ട് പോകുന്നില്ല. അതിൻ്റെ മോൾ ഓപ്പൺ അല്ല. നമുക്ക് പെട്ടെന്നൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അതാ വീണ്ടും പറഞ്ഞേക്കാം. ഓക്കെ അവിടെ ചവിട്ടിയുണ്ട്. ഹവായിക്കൂടുമലാണ്. പുറമേക്ക് അങ്ങനെ ചവിട്ടലില്ല. മരത്തുമലക്ക് പോകുമ്പോൾ ഞാൻ തെളിക്കലുണ്ട്, പേടിപ്പിച്ചാളും. അപ്പോൾ കറക്റ്റ് ഹവായിക്കൂട്ടിലിരിക്കും. ഹവായിക്കൂട്ടിൽ വെള്ളമുണ്ട്. ആദ്യം വെള്ളം വെച്ച് കൊടുക്കാൻ പാടില്ല. ഒറ്റകൾ വെള്ളം കുടിച്ചിട്ട് വെള്ളം ഇറക്കും. വെള്ളം അങ്ങ് ഒഴിച്ചാളോ. വല ഒന്ന് ഇട്ടേക്കാം. ഗൈസ് മൈക്കിൻ്റെ ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഗൈസ് ഇറ്റുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാം. ആണ് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. നമുക്കൊന്ന് തീറ്റ എടുക്കാം. ഓക്കെ ആണ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ തീറ്റപാത്രം. മരുത്തുകൊണ്ട് സൈഡിൽ MC-യിലൊക്കെ വെച്ച് ഒട്ടിച്ചാണ്. ഈ പാത്രത്തിലേക്ക് കുറച്ച് തീറ്റ ഇടുക. അപ്പോൾ ഗൈസ് തീറ്റ എത്രയും മതി. ഇതൊന്നും ഫുള്ളും തിന്നൂല. ഇതൊന്ന് അതിലേക്ക് വെച്ച് നോക്കാം. ഒക്കെ തിന്നുന്നുണ്ട്. ഇങ്ങനെ പറന്ന് പോവുകയാണ്. പറക്കാൻ നോക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവാണെങ്കിൽ പെട്ടെന്ന് ഇറക്കി കളയണം. പെണ്ണിനെ കാണിച്ചിട്ട് പറക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. പിന്നെ അങ്ങ് പറന്നു പോവും. പെണ്ണിനെ കാണിച്ചിട്ട് ഒന്ന് നിൽക്കണം. ഞാനിപ്പോൾ പെണ്ണിനെ കാണിച്ചുകൊണ്ട് ഇവിടെ ചവിട്ടി, അല്ലെ വീണ്ടും മോളോട്ട് അടിച്ച് കയറി പറക്കും. ഇപ്പോൾ നല്ലൊരു പറക്കാൻ പറ്റിയൊരു സമയമാണ് ഈറ്റങ്ങൾക്ക്. ഇപ്പോൾ വിശപ്പ് കൊണ്ട് ഇവിടെ ഇറങ്ങി തന്നുണ്ട്. ഒരു നേരം മാത്രം ഫുഡ് കൊടുക്കുക. എപ്പോഴും ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറക്കുന്ന പ്രാവാണെങ്കിൽ തടി വെച്ച് പോകും. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നേരം അങ്ങ് കൊടുക്കുക. അത് വൈകുന്നേരമാണ് നല്ലത്. ഒരു നേരം വൈകുന്നേരം അങ്ങ് വെള്ളം ഇത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് വെള്ളവും ഫുഡൊന്നും വേണ്ട. അത്രേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു വീഡിയോ ആണ് വിചാരിക്കുന്നത്. അധികം ലെങ്ത് ആയില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.